അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് ചില ആളുകൾ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന്, ഞങ്ങൾക്കും പ്രശ്നം നീണ്ടു നിൽക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് റൂൾ 50. അത് മുഖ്യമന്ത്രിയുടെ തന്നിഷ്ടത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് വിട്ടുകൊടുത്ത് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. 2, അപ്പൊ പിന്നെ അടുത്തത് എടുത്തു തുടങ്ങാൻ തുടങ്ങും. ഇനി ഞാൻ പറയണവർ സംസാരിച്ചാൽ മതി എന്നുകൂടി മുഖ്യമന്ത്രി പറയും. ആ ലെവലിലേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക്. രണ്ടാമത്തെ കാര്യം, പരാതിക്കാരായ MLA-മാർക്കെതിരെ 10 കൊല്ലം തടവ് ശിക്ഷ കിട്ടുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്ത് കേസെടുത്തിരിക്കുക, വാദിപ്രതിയായി മാറിയിരിക്കുക. അതിനൊക്കെ പരിഹാരം ഉണ്ടാകണം. അതിനൊക്കെ പരിഹാരം ഉണ്ടായാൽ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ പോകുന്ന ആളുകളാണ്. ഞങ്ങൾ നിയമസഭയിൽ പോയി ഞങ്ങൾ സംസാരിക്കുന്നത് പറ്റില്ല എന്നല്ലേ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? അല്ലെ, സഭ കൂടുന്നതിൽ ഏറ്റവും താല്പര്യം ഞങ്ങൾക്കല്ലേ? അല്ല, പിന്നെ തീർച്ചയായിട്ടും എപ്പോഴും ഓപ്പൺ അല്ലേ. നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിടിവാശിയൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹം നിയമസഭ കൂടണം. ഞങ്ങൾക്ക് സർക്കാരിനെ ജനകീയ വിചാരണ നടത്താൻ കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഏത് ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണ്. സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്.